മഴക്കാല രോഗങ്ങൾക്കൊക്കെ ഒത്തിരി ഈ പഴങ്ങൾ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഈ പഴത്തിന് വളരെയധികം ഔഷധ ഗുണമുണ്ട്. വനത്തിലെ ഗോത്രവർഗ്ഗക്കാരൊക്കെ പല മരുന്നുകൾക്കും മാങ്ങയേക്കാളും ആപ്പിളിനേക്കാളും ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണ്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈ പഴങ്ങൾ നല്ലതാണെന്ന്. രണ്ട് മൂട്ടിപ്പഴം നമ്മുടെ കേരളത്തിലെ വനങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന പഴമാണ്. ഇപ്പോഴും വനങ്ങളിലുണ്ട്. ഇത് ഞങ്ങൾ ഒരു 10-40 വർഷം മുമ്പ് ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്ന് ജ്യേഷ്ഠം കൊണ്ടുവച്ചതാണ് ഈ പഴം. ഏതാണ്ട് ഒരു 5-6 മാസത്തെ മൂപ്പുണ്ട് പഴത്തിന്. ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് പൂക്കാലം. പ്രധാനമായിട്ട് ഇതൊരു 3 കളറിലാണ് കാണാറുള്ളത്. ഒന്ന് നല്ല റെഡ്, നല്ല ചുവപ്പ് കളറ്, പിന്നെ ഒരു റോസ് കളറിൽ, പിന്നെ മഞ്ഞ കളറിൽ. മഞ്ഞ കളറ് വളരെ അപൂർവമായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിലും പല വ്യത്യാസമുണ്ട്. ചില പഴങ്ങൾക്ക് പുളി മാത്രം ഒട്ടും മധുരം വരില്ല. ഞങ്ങളുടെ ഈ നിൽക്കുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുളിയും മധുരവും കൂടെ ഉള്ളതാണ്. കഴിക്കുന്നത് കുഴപ്പമില്ല. അത് പിന്നെ ചെറിയ കയ്പ്പും മധുരമുള്ള ഒരു വെറൈറ്റി ഉണ്ട്. തൈകൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആണും പെണ്ണും കൂടിയ തൈകൾ ഒരു കൂടി തന്നെ കാണും. ഒറ്റത്തൈകളല്ല കൊടുക്കുന്നത്. മൂട്ടിപ്പഴത്തിൻ്റെ ഇത് പെൺമരവും ഇപ്പോഴേക്കുന്ന ആൺമരമാണ്. അപ്പോൾ ആൺമരവും പെൺമരവും രണ്ടും നിർബന്ധമായിട്ടും വേണം. പെൺമരം തനിയെ ഉള്ളെങ്കിൽ അടുത്ത ആൺമരം ഇല്ലെങ്കിൽ നിറയെ ഇതുപോലെ കായ ഉണ്ടാവും. പക്ഷെ കായ ഉള്ളു പൊള്ളയായിരിക്കും. പഴവർഗ്ഗം അകത്ത് പഴമൊന്നും കാണില്ല. ആൺമരം ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഈ പ്രചരണം പോളിനേഷൻ നടന്നെങ്കിലേ ഇതിൻ്റെ അകത്ത് പഴങ്ങൾ ഉണ്ടാവുള്ളൂ. ആൺമരത്തിൽ നിറയെ പൂവുണ്ടാവും, അതങ്ങ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഉദ്ദേശം 40 വർഷത്തെ പഴക്കമായിട്ടുണ്ട് മരം. അത് ആൺമരം രണ്ടിങ്ങനെ അടിയിൽ ജോയിൻ്റ് ആകുമ്പോഴും ആൺമരത്തേക്കുള്ള ഓരോ കായകളൊക്കെ ഉണ്ടാവും. അല്ലാതെ ആൺമരം ഒറ്റയ്ക്ക് നിന്ന് കായ ഉണ്ടാവില്ല. ഇത് പോളിനേഷൻ നടക്കാൻ ഒന്നിൽ കാറ്റും മുഖേനയോ അല്ലെങ്കിൽ ചെറുതേനീച്ചയാണ് ഇതിൽ പോളിനേഷൻ നടത്തുന്നത്. അപ്പോൾ ചെറുതേനീച്ചയ്ക്ക് ചിലപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഒറ്റ ചുവടിലേക്കാണ് കാറ്റ് മുഖേനയും ഇതിൻ്റെ പോളിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. മൂട്ടിപ്പഴത്തിൻ്റെ തൈകൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറേ തൈകൾ എല്ലാ വർഷവും കുറച്ച് തൈകൾ ഉണ്ടാക്കി മറ്റു പലർക്കും കൊടുക്കുമായിരുന്നു. പല്ലിപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. 2018 കുറേ അധികം തൈകൾ എന്തോ എനിക്കൊരു തോന്നൽ വന്നു. തൈകൾ കുറേ കൂടുതൽ വെച്ച് പിടിപ്പിച്ചു. തൈകൾ അതിന് ചിലവായില്ല. എൻ്റെ മകൻ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഫാം ടൂറിസത്തിന് ഏറ്റവും നല്ല പഴവർഗ്ഗമാണ്, നമുക്ക് നമ്മുടെ പറമ്പിൽ മുഴുവൻ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നിരുന്ന തൈകളെല്ലാം റബ്ബറിലും എല്ലാ പറമ്പിലും വെച്ചു. അന്നൊരു 10-200 തൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ കൃഷിയായതുകൊണ്ട് അന്ന് കർഷക സ്ത്രീയിലൊരു വ്യത്യസ്ത ഇടം കൃഷി ചെയ്യുന്നവർക്കുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ് ഒരു അവാർഡിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് അപേക്ഷിക്കാൻ നേരത്ത് ഒന്നുകിൽ കൃഷിഭവനോ അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. മാഡം ഇവിടെ അന്വേഷിക്കാൻ മതി പഴവർഗ്ഗത്തെ പറ്റിയുള്ള പഠനം കണ്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയോട് ശ്രദ്ധപ്പെടുത്തി. അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വ്യത്യസ്തമായ കൃഷിയെ ആയതുകൊണ്ട് എൻ്റെ ഫാം സന്ദർശിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2019 കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സുനിൽകുമാർ സാർ വന്ന് കഴിഞ്ഞപ്പോൾ പല ചാനലിലും ഇവിടെ എല്ലാ വാർത്താമാധ്യമങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൂട്ടി കൂടുതലുമായിട്ട് പേരായത്. അപ്പോൾ മൂട്ടിപ്പഴം കൃഷി ചെയ്യാൻ കൂടുതൽ ആൾക്കാർ താല്പര്യം എടുത്തത്. അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്നുമൊക്കെ പല ആൾക്കാരും വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കർണാടകത്തിൽ മറ്റ് ഈ മഹാരാഷ്ട്ര മിക്ക സ്റ്റേറ്റിലേക്ക് ആൾക്കാർ തൈ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. ഈ പഴത്തിന് വളരെയധികം ഔഷധ ഗുണമുണ്ട്. വനത്തിലെ ഗോത്രവർഗ്ഗക്കാരൊക്കെ പല മരുന്നുകൾക്കും ഈ പഴങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തൊണ്ട അച്ചാറിടാൻ കൊള്ളാം, പഴം കഴിക്കാനും കൊള്ളാം. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈ പഴങ്ങൾ നല്ലതാണെന്ന് പാലായിലെ കോളേജിലെ പ്രൊഫസർമാർ ഇതിൻ്റെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ പീച്ചിയിലുള്ള വന ഗവേഷണ കേന്ദ്രത്തിൽ അവർ റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴവർഗ്ഗങ്ങൾ മാങ്ങയേക്കാളും ആപ്പിളിനേക്കാളും ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണ് റിപ്പോർട്ടുകൾ പല മാതൃഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴങ്ങൾ ഇത് നമുക്ക് ഏത് വീട്ടിലും വയ്ക്കാം, മറ്റ് മരങ്ങളുടെ ഷെയ്ഡിൽ വയ്ക്കാം. അതാണ് ഈ മരത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. മറ്റ് പഴവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഇത് നമ്മൾ പഴങ്ങൾ പറിച്ച് വെച്ചാലും 1 മാസം വരെ ഒരു കേടും കൂടെ ആയിരുന്നുള്ളൂ. അല്പം പാടുള്ളൂ, അതിന് മധുരം കൂടുകയുള്ളൂ. ഇപ്പോൾ നല്ല മഴ സമയമാണ്. മുട്ടിപ്പഴത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മഴക്കാല രോഗങ്ങൾക്കൊക്കെ ഒത്തിരി ഈ പഴങ്ങൾ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളിന് ഈ പഴങ്ങൾ കൊള്ളാം. ഈ പനികളൊക്കെ വരുമ്പോൾ ഈ കൗണ്ട് കുറയുമ്പോൾ, പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ഈ പഴവർഗ്ഗം നല്ലതാണ്. ഞങ്ങൾക്കറിയാൻ പല്ല് പെട്ടെന്ന് പഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് കൂടാറെന്ന് പറഞ്ഞു. ഇത് മൂട്ടിപ്പഴത്തിൻ്റെ വേറൊരു കളറുള്ള റോസ് കളറുള്ള മൂട്ടിയാണിത്. ഈ പഴത്തിന് ചെറിയ ഒരു കയ്പോട് കൂടിയ മധുരമാണ്. പിന്നെ ഇതിൻ്റെ കായ്കൾ കായ്ക്കാൻ താമസിക്കും. അതുകൊണ്ട് ഇതിൻ്റെ തൈകൾ ആർക്കും കൊടുക്കാറില്ല. ഇതൊരു 8-9 വർഷമാകുമ്പോഴേ ഇതിൻ്റെ കായ്ഫലം ആവുകയുള്ളൂ. ഇത് കായ്ക്കച്ച് വലിപ്പവും കൊള്ളണം മറ്റേതിനേക്കാളും. പിന്നെ ഈ കയ്പ്പും മധുരവും ഉള്ളതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് കഴിക്കുമ്പോൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട് പലരും പറയാറുണ്ട്. ഇത് ഞങ്ങളുടെ
ഈ മുറ്റത്ത് നിൽക്കുന്ന മൂട്ടിയുടെ തൈ നട്ടുണ്ടായ ഒരു പഴവർഗ്ഗമാണ്. ഇതിന് നല്ല ചുവപ്പല്ല, ചെറിയൊരു റോസ് കളറാണ്. പക്ഷേ റോസ് കളറാണെങ്കിൽ നല്ല മധുരമാണ്. ഇതൊരു വ്യത്യസ്തമായതാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയൊരു വെറൈറ്റി കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ അവാർഡിന് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം എഴുതി കൊടുത്ത് പോയിട്ടുണ്ട്. ഇതിന് നല്ല ചുവപ്പ് കളറാണ്. ഇത് എല്ലാ വർഷം തന്നെ ഇത് നിറയെ ഉണ്ടാവും. അതതിൻ്റെ പ്രത്യേകത. പഴുത്ത് കഴിഞ്ഞ് നല്ല കളറാണ്. മുകളിൽ വരെ ഉണ്ടാവുകയും ചെയ്യത്. ഈ മൂട്ടിയുടെ പ്രത്യേകത ഇത് കൃത്യം 3-ാം വർഷം കായുണ്ടായ മൂട്ടിയത്. ഇതെല്ലാം മൂട്ടിയാണ്. ഇത് നേരത്തെ വിതച്ചുകൊണ്ട് നിലമായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കേൾക്കാറുണ്ട്. ഇതൊക്കെ നഴ്സറിയാണ് മൂട്ടിയുടെ തൈകൾ. പല പ്രായത്തിലുള്ള നിൽപ്പുണ്ട്. ഇതാണ് റബ്ബറിൽ ഇടവിള കൃഷിയായിട്ട് മൂട്ടി ചെയ്തത്. ഇത് റബ്ബറിൻ്റെ ഇടയിൽ ഒരു പഴവർഗ്ഗ കൃഷി ആദ്യമായിട്ട് പരീക്ഷിച്ചതാണ്. മൂട്ടിപ്പഴം ചെയ്തതാണ്. ഈ വർഷം കായ്ച്ചു. ഇപ്പം 4 വർഷമായപ്പോഴത്തേക്കും ആദ്യത്തെ വർഷം വയ്ക്കുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മൂട്ടി കൃഷി ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയൊരു മരമാണ്. ഒത്തിരി സംരക്ഷണം വേണ്ട, ജൈവവളങ്ങൾ മാത്രം മതി. അതുപോലെ പഴവർഗ്ഗവും ഉണ്ടാകും. അന്തരീക്ഷത്തിനാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ഇതിൻ്റെ എപ്പോഴും ഇലയുണ്ട് ഒത്തിരി. അതുകൊണ്ട് ഇലയെപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മുടെ നാടിന് യോജിച്ചൊരു പഴവർഗ്ഗമാണ്. അപ്പോൾ അതിന് കൂടുതലായിട്ട് കൃഷി ചെയ്യുക, എല്ലാവരും അതിന് ചെയ്യുക. നമ്മുടെ നാട്ടിലൊരു പഴമാണ്, അന്യം നിന്ന് പോകുന്ന ഒരു പഴമാണ്. അത് നശിച്ചു പോകാതെ നോക്കുക. അതെനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.